ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി കൊലപാതകം നടന്ന ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്ന ഒരു 23 വയസ്സുകാരൻ 5 പേരെ കൊലപാതകം ചെയ്ത ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ചുള്ളാളം കൂനമങ്ങ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വീടും പരിസരമൊക്കെ ഇത്. അപ്പോൾ ഇവിടെ മാത്രമല്ല വേറെ 3 ഭാഗങ്ങളിലാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കേരളം ഒന്നൊടുങ്ങി ഞെട്ടിപ്പോയ കൊലപാതകം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് അഫാൻ എന്ന 23 വയസ്സുകാരൻ ഒറ്റയ്ക്കായിരുന്നു ഈ കൊലപാതകം നടത്തിയിരുന്നത്. കൊലപാതകം നടത്താനുള്ള കാരണം തനിക്ക് സാമ്പത്തിക പ്രശ്നമെന്നായിരുന്നു പോലീസിനോട് മൊഴി നൽകിയത്. പോലീസ് ഈ കേസിൽ വിശ്വസിക്കാനാകുന്നില്ല എന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം. പ്രതിയുടെ ആദ്യ ആക്രമണം പേരുമല വീട്ടിലായിരുന്നു. ഉമ്മയുടെ നേരെയായിരുന്നു ആക്രമണം. ഉമ്മ ഷെമിയായിരുന്നു. ഉമ്മയുടെ കഴുത്തിൽ ഷോൾ കൊണ്ട് മുറുക്കി ചുറ്റിയെ കൊണ്ട് പുറകിലടിച്ചു തലയൊട്ടി പൊട്ടിക്കുകയും ചെയ്തിരുന്നു. തോക്കുകൊണ്ട് വെടിവെച്ച ആകൃതിയിലായിരുന്നു ഹോൾ വീണിരിക്കുന്നത് തലയിൽ. ഉമ്മ ഒരു ക്യാൻസർ രോഗി കൂടി ആയിരുന്നു. പിന്നെ പ്രതി ഇരയാക്കിയത് സ്വന്തം സഹോദരനായ 14 വയസ്സുകാരനായ അഫ്സനെയായിരുന്നു ഇരയാക്കിയത്. തൻ്റെ തലയോട്ടിയിൽ അടിച്ച് തകർക്കുകയും ചിറ്റികൾ കൊണ്ട് അടിച്ച് തകർക്കുകയും കണ്ണുകൾ പുറത്ത് ചാടുകയും നെഞ്ചത്ത് അടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പ്രതി പിന്നെ ചെയ്തത്. അത് കഴിഞ്ഞ് പ്രതി തൻ്റെ കാമുകിയെ അവിടെ വിളിച്ചു വരുത്തുകയും കാമുകിയെ അവിടെ വെച്ച് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. തലയ്ക്ക് ചിറ്റിക കൊണ്ട് അടിക്കുകയും നെഞ്ചത്ത് ചിറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി അവിടെ നിന്ന് പോകുവാൻ ഇടയായി. അവിടെ നിന്ന് പ്രതി എത്തപ്പെട്ടത് കല്ലറ പാങ്ങോടായിരുന്നു. സൽമ ബീബി എന്ന മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു എത്തപ്പെട്ടത് പ്രതി. അതേ സമയത്ത് തന്നെ 7 മിനിറ്റിനുള്ളിൽ തന്നെ കൊലപാതകം അവിടെ നടത്തിയതിന് ശേഷം മാത്രമാണ് മുത്തശ്ശിയുടെ മാലയും എടുത്തുകൊണ്ട് അതേ ചിറ്റിക ഉപയോഗിച്ച് മുത്തശ്ശിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 7 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് പുറത്തു പോകുന്ന CCTVയിൽ തന്നെ ആ രേഖകൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ പോലീസ് അറിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോഴും കഴിഞ്ഞ ദിവസം ഈ ലഹരിക്ക് അടിമപ്പെട്ടാണ് ഇയാൾ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നുള്ള ഒരു വ്യക്തമായ ഉത്തരം പോലീസ് നൽകുന്നില്ല. എന്തായാലും പരിശോധനയിലൂടെ മാത്രമേ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായ ചിത്രം പുറത്തു വരികയുള്ളൂ. ഇവരുടെ ശരീരത്തിൽ നഷ്ടമായിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് സത്യത്തിലേക്ക് അയച്ചതെന്നാണ്. ഇയാൾക്ക് എല്ലാവരെയും അങ്ങ് തീർത്തുകളയണം എന്നുള്ള ഒരു നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക്, ആസൂത്രണത്തിലേക്ക് ഈ പ്രതി എങ്ങനെ എത്തി എന്നുള്ളത് ഉത്തരം കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ എല്ലാവരെയും ചുറ്റിക ഉപയോഗിച്ച് തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നതുകൂടി പോലീസ് പറയുന്നുണ്ട്. നെഞ്ചിന് മുകളിൽ തല വരെ ഈ ചുറ്റിക ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രക്തം വാർന്ന് തന്നെയാണ് ഇവരെല്ലാം പ്രതി മുത്തശ്ശി കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നെ ഒരു കൊലപാതകത്തിന് പോയി എത്തിപ്പെട്ട സ്ഥലമായിരുന്നു പുല്ലമ്പാറ SM പുരം ചുള്ളാളം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പ്രതി എത്തിപ്പെട്ടത്. അവിടെ വെച്ച് ലത്തീഫ്, സജീദ എന്നിവർ താമസിച്ചിരുന്ന വീടാണ് ഇത്. ഇതാണ് ലാസ്റ്റ് കൊലപാതകം നടന്ന വീട്. ഇവിടെ വെച്ച് ഹാൾ വെച്ചിട്ട് പ്രതി ഒരാളെ കൊലപ്പെടുത്തുകയും മറ്റൊരാളെ അടുക്കളയിൽ വെച്ച് കൊലപ്പെടുത്തുകയും മാരകമായ ചിറ്റികൾ കൊണ്ട് തലക്കടിക്കുകയും നെഞ്ചത്തടിക്കുകയും എല്ലാം ചെയ്തിട്ട് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം 6 മണി സമയത്തായിരുന്നു വൈകുന്നേരം അവിടെ നിന്ന് പ്രതി സ്വന്തം വാഹനത്തിലൂടെ നേരെ പോയി പോലീസ് സ്റ്റേഷനിലാണ് ചെല്ലുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുകയും ഇത്രയും പേരെ കൊന്നിട്ടുള്ള കാര്യങ്ങൾ പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു പോലീസ് അന്വേഷിച്ച് വൈകുന്നേരം എത്തിയപ്പോഴാണ് മനസ്സിലായത് കൊലപാതകം നടന്നിട്ടുള്ളത്. അതിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, പ്രതിയുടെ ഉമ്മ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ പ്രതിയുടെ ഉമ്മേനെ നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നെ പ്രതി വിഷം കഴിച്ചതിൻ്റെ പേരിലും പ്രതിയെയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉമ്മയുടെ മൊഴികളൊന്നും എടുക്കുവാൻ ഒന്നും തന്നെ സാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പോലീസ്. കൊലപാതകം ചെയ്ത പ്രതി എന്ത് ലഹരി ഉപയോഗിച്ചെന്നറിയില്ല. അപ്പോൾ എന്തൊക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോഡി കൊണ്ടുപോയിരുന്ന ഈ വീട്ടിൽ നിന്ന്